രാംലാലെ അവിടെ അമ്പലത്തിൽ ചെയ്തെങ്കിൽ ആ രാംലാലെ അത്രയോ അല്ലെ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാമനെ ഞാൻ അയോധ്യയിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. എൻ്റെ രാമനെ കാണാൻ അപ്പുറത്ത് വരുന്ന വലിയ അമ്പലത്തിൽ വരുന്ന ആളുകൾ എൻ്റെ രാമനെ കാണാൻ വരണം എന്നുള്ള ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. കെ കരുണാകരൻ സാറിൽ നിന്ന് തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിൻ്റെ വരെ കൂടെ നിന്ന് സംസാരിക്കാനും ആഹാരം കഴിക്കാനും അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹം അനുഭവിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം സെറ്റുകളുണ്ടാക്കി അവർക്ക് അവിടെയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവരുടെ നല്ല മസിലുള്ള രാവണനും ഹനുമാനും ഒക്കെ ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. നമസ്കാരം. മെഴുകു പ്രതിമകൾ നിർമ്മിക്കുന്നതിൽ പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ട് തിരുവനന്തപുരത്ത്, സുനിൽ. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞങ്ങളിന്ന് അങ്ങയുടെ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ എടുക്കാനൊരു കാരണമാണ്. അയോധ്യയുമായി ബന്ധപ്പെട്ട് ഒരു വാക്സ് മ്യൂസിയം വരാൻ പോകുന്നു കേട്ടു. അങ്ങാണ് അതിൻ്റെ ശില്പിയെന്നും അറിയാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഈ മ്യൂസിയത്തിൻ്റെ തുടക്കം? തീർച്ചയായിട്ടും ഞാനൊരു 6 മാസമായിട്ട് രാമക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അടുത്ത് തന്നെ നമുക്കൊരു രാമായണ മ്യൂസിയം ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ക്യാൻവാസാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. കാര്യം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ടെൻഡർ ഉണ്ടായിരുന്നു വാക്സ് മ്യൂസിയം, രാമായണ വാക്സ് മ്യൂസിയം ചെയ്യുന്നതിൽ താല്പര്യമുണ്ട്. ആർട്ടിസ്റ്റുകളെ പരസ്യം കണ്ടു. അപ്പം നമ്മളതിനെ സമീപിച്ചു. ഞാൻ മാത്രമുള്ള ടെൻഡറില്ല, ഒരാൾ മാത്രമുള്ളപ്പോൾ നേരിട്ട് തരാൻ പാടില്ല. വീണ്ടും ടെൻഡർ ഇട്ടു, അപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് ടെൻഡർ കിട്ടിയത്. 2.5 ഏക്കർ വസ്തുണ്ട്. ഈ വസ്തുവിനകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് മ്യൂസിയം ചെയ്യാം, റെസ്റ്റോറൻറ്റ് ചെയ്യാം, അങ്ങനെ കുറേ മ്യൂസിയങ്ങൾ, ഡിഫറെൻറ്റ് മ്യൂസിയങ്ങളും എൻ്റർടൈൻമെൻറ്റുള്ള രാമായണവുമായിട്ട് ബന്ധപ്പെട്ട രാമനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ വേണം നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ. അതനുസരിച്ച് നമ്മളൊരു 10,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ, ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ വർക്ക് അവിടെ തീരുകയാണ്. ഏകദേശം 2 മാസത്തിനുള്ളിൽ വർക്ക് തീരും. അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വർക്ക് ഇതിനകത്ത് രാമകഥ പറയുന്ന മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിന് UP സർക്കാരാണോ അതോ ഇന്ത്യ ഗവൺമെൻറ്റാണോ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവിടെ നിർമ്മിക്കാനായിട്ട് അംഗീകാരം നൽകിയത്? 25 വർഷത്തെ ഈ യാത്രയിൽ കെ കരുണാകരൻ സാറിൽ നിന്ന് തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിൻ്റെ വരെ കൂടെ നിന്ന് സംസാരിക്കാനും ആഹാരം കഴിക്കാനും അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹം അനുഭവിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 25 വർഷത്തിന് ശേഷം ഒരു ഗവൺമെൻറ് ബോഡിയിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ടായിട്ട് വരുന്നത്. UP ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും അവരുടെ ഒരു ഫോൺ കോളിലോ അവരുടെ ഒരു സംസാരത്തിലോ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്, ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. രാമൻ നടന്ന വഴി അയോധ്യ മുതൽ ശ്രീലങ്ക വരെ, ആ പോകുന്ന വഴികളിലെ എല്ലാ രംഗങ്ങളും ആ മ്യൂസിയത്തിൽ കഥകളായി, ശില്പങ്ങളായി ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. നമുക്ക് ഒരു മ്യൂസിയം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. രാമായണത്തിലെ പ്രധാന സീക്വൻസുകൾ, രാമൻ സീതയെ കണ്ടുമുട്ടുന്നതും, സീതാ സ്വയംവരം, പിന്നെ വനത്തിലേക്ക് ഇറങ്ങുന്നതും, വനത്തിലെ യാത്രയും, അവരവിടെ കുടില് കെട്ടി താമസിക്കുന്നതും, നദിയിൽ കുളിക്കുന്നതും, ഹനുമാനെ കണ്ടുമുട്ടുന്നതും, ഹനുമാൻ ഇവരോട് പ്രാർത്ഥിക്കുന്നതും, ഹനുമാൻ ലങ്കയിൽ ചെല്ലുന്നതും, സീതയെ വനത്തിൽ കാണുന്നതും, അശോകവനത്തിൽ കാണുന്നതും, ജടായു ഉണ്ടാവും, ജടായുവിനെ അറ്റാക്ക് നടക്കുന്നതും, അതും ശ്രീലങ്കയിൽ രാവണൻ്റെ ഭാഗങ്ങളും നല്ലൊരു രാവണനും വരും. അങ്ങനെ കുറേ രാമായണത്തിലെ പ്രധാനപ്പെട്ട സീക്വൻസുകളെ എല്ലാം നമ്മൾ, അതിനൊരു ലിമിറ്റില്ല, അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം മ്യൂസിയം ഓപ്പൺ ആയാൽ അതിന് ശേഷവും ഈ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് ഒരു 5 വർഷമെങ്കിലും നമ്മൾക്ക് രാമായണത്തിൻ്റെ ഈ സീക്വൻസ് ഉണ്ടാക്കാൻ മാത്രമായിട്ട് നമ്മൾ ചെയ്യും. അതായത് ഇവിടുന്ന് രാമായണത്തിൻ്റെ 2 ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന പ്ലാനില്ല, 2 ഭാഗങ്ങളായിട്ടല്ലേ? രാമൻ വനവാസത്തിലേക്ക് ഇറങ്ങി ശ്രീലങ്കയിലേക്ക് പോകാനുള്ള ഒരു ഭാഗം, അത് വേറൊരു സ്റ്റോറിയാണ്. രാവണനുമായിട്ട് വരുന്നതും ഹനുമാനും രാവണനും തമ്മിലുള്ള യുദ്ധവും, രാമനും രാവണനും തമ്മിലുള്ള യുദ്ധവും, അതിൻ്റെ സീക്വൻസും, രാവണൻ്റെ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതകളും, രാവണൻ എങ്ങനെയാണെന്നുള്ളതും, അതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യും. ഈ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു പ്രത്യേകതകളുണ്ടാവും. അവർക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ അവരെ ഇതിൽ ഈ ശില്പങ്ങളിലൂടെ
നിർമ്മിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരെയും അതിന് പ്രത്യേകം സെറ്റുകളുണ്ടാക്കി പ്രത്യേകം അവർക്ക് അവിടെയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവരുടെ നല്ല മസിലുള്ള രാവണനും ഹനുമാനും ഒക്കെ ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. രാമായണത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണോ ഇതിൻ്റെ നിർമ്മാണ രീതി? അങ്ങനെ തന്നെയാണ്. കാരണം ഞാനിപ്പം ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് മ്യൂസിയത്തിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് വാൽമീകി രാമായണം രചിക്കുന്ന ആ ഒരു വാൽമീകിയാണ് കാണിക്കുന്നത്. അതിനുശേഷം രാംലല ഇപ്പോഴത്തെ പ്രതിഷ്ഠ എങ്ങനെയാണോ, ഇപ്പോഴത്തെ പ്രതിഷ്ഠ അവിടെ കല്ലിലാണ് ചിരിക്കുന്നത്. നമ്മളതിനെ ഒറിജിനൽ രാമനെ ആക്കി നമ്മുടെ രാംലലയെ നിർത്തുകയാണ് ഫസ്റ്റ്. അതിനുശേഷം അദ്ദേഹം നടന്നു പോകുന്നതും നടന്ന് കളിക്കുന്നതും, അതിനുശേഷം ഒരു 20 വയസ്സുള്ള രാമൻ്റെ കുട്ടിക്കാലം മുതൽ കൗമാരം വരെ ആയോധന കലകൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം അങ്ങ് പിന്നെ സ്വയംവരത്തിന് ശേഷം വനത്തിലേക്ക് ഇറങ്ങുന്നതാണ് അടുത്തത്. അങ്ങനെ ഒരു സ്റ്റോറിയുടെ പോക്ക്. അപ്പം രാമായണം വായിച്ചാൽ എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവണം, ആ കഥയിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടതോ രാമായണം സീരിയലാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. അല്ല നമ്മളാരും രാമായണം നമ്മൾ ഹിന്ദുക്കളാണെന്നും പറഞ്ഞ് രാമായണം പഠിച്ചിട്ടൊന്നും ഞാനൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, ആരും പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾക്കെല്ലാവരും രാമന് ഈ ചെറുപ്പം ഒരു 70-ന് ശേഷം ജനിച്ചവർക്കൊക്കെ രാമായണം എങ്ങനെയാണ് വന്നത്, രാമായണം സീരിയലാണ്. ആ സീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ ആയിരിക്കും നമ്മുടെ മ്യൂസിയവും നടന്നു പോകുന്നത്. ഇപ്പോൾ അങ്ങ് ചെയ്ത എല്ലാ ശില്പങ്ങൾക്കും അങ്ങ് മെഷർമെൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. സിനിമാ താരങ്ങളായിരുന്നാലും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിരുന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളുടെ മെഷർമെൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അങ്ങ് ഈ ശില്പങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജീവസുറ്റതായി നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പക്ഷേ രാമൻ്റെ അല്ലെങ്കിൽ രാമായണ കഥയുമായി നിൽക്കുന്ന ആ ശില്പങ്ങളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും അങ്ങ് മെഷർമെൻ്റ് എടുക്കുന്നത്? അതൊരു ടാസ്ക് അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ വെല്ലുവിളിയാണ് എനിക്ക്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇത്രയും കാലമായിട്ട് നമുക്ക് 3 മ്യൂസിയങ്ങളുണ്ട്. മ്യൂസിയത്തിൽ വെക്കുന്ന മോഡലുകളെല്ലാം സെലിബ്രിറ്റീസിൻ്റെയാണ്. അവരെല്ലാം മാക്സിമം 90% ആളുകളെ സെലിബ്രിറ്റികളെ നമ്മൾ നേരിട്ട് കണ്ട് മെഷർമെൻറ്റ്സ് എടുത്ത് അവരുടെ എങ്ങനെ നിൽക്കുന്നത്, എങ്ങനെ ചിരിക്കുന്നത്, അങ്ങനെ ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ രാമൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല. ഈ ഒരു ക്യാൻവാസിൽ ഈ ഒരു മ്യൂസിയത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാം ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇമാജിനേഷൻ മാത്രമാണ്. ഭാരതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി മാറുകയാണ് നമ്മുടെ രാമക്ഷേത്രം. ഒപ്പം അവിടുത്തെ രാംലല്ലേ, ഇത് രണ്ടും ഈ മ്യൂസിയത്തിലുണ്ടാകുമോ? രാംലാലയെ അവിടെ അമ്പലത്തിൽ ചെയ്തെങ്കിൽ ആ രാംലാലയെ അത്രയോ അല്ലെ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാമനെ ഞാൻ അയോധ്യയിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. എൻ്റെ രാമനെ കാണാൻ അപ്പുറത്ത് വരുന്ന വലിയ അമ്പലത്തിൽ വരുന്ന ആളുകൾ എൻ്റെ രാമനെ കാണാൻ വരണം എന്നുള്ള ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. അതനുസരിച്ചാണ് ഞാൻ അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ മാക്സിമം ആണ് ചെയ്യുന്നത്. അവിടെ അമ്പലത്തിൽ വരുന്നവരെ ഞാൻ നമ്മുടെ മ്യൂസിയത്തിൽ കൊണ്ടുവരും. അതാണ് എൻ്റെ പ്ലാൻ. എന്നായിരിക്കും ഉദ്ഘാടനം? ആരായിരിക്കും ഉദ്ഘാടനം ചെയ്യുക? മ്യൂസിയം ഏകദേശം 4 മാസത്തിനുള്ളിൽ മ്യൂസിയം ഉദ്ഘാടനം ഉണ്ടാവും. അപ്പം ഇതൊരു ഗവൺമെൻറ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടെ വരും. കാരണം അവിടുത്തെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ പ്രോജക്റ്റിലും 1 കോടി രൂപയ്ക്ക് മുകളിൽ ആര് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നോ അത് ഗവൺമെൻറ് അറിയിച്ചതാണ്, ഗവൺമെൻറ്റാണ് ഫംഗ്ഷൻ നടത്തുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി സാറ് നേരിട്ട് അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മ്യൂസിയം എല്ലാവർക്കും സുപരിചിതമാണ്. എനിക്ക് അവരുമായിട്ട് കണക്ഷനുണ്ട്. നമ്മൾ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യും. തീർച്ചയായിട്ടും നരേന്ദ്രമോദി സാറിനെയും അതിനകത്ത് പങ്കെടുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നിരീക്ഷണമുണ്ടോ? അവരുടെ ഒരു മേൽനോട്ടം ഈ മ്യൂസിയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും അവിടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് എല്ലാം, അവരുടെ ADM അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരെല്ലാവരും വന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നരേന്ദ്രമോദി സാർ ഉൾപ്പെടെ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ അവിടെ വന്ന് മ്യൂസിയം ഉദ്ഘാടന ആ ഒരു ദിനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാനായിട്ട് എങ്ങനെയാണ് എൻട്രി ഫീസ്? മ്യൂസിയത്തിൽ നമ്മൾ ഒരു ചെറിയ എൻട്രി ഫീസ് ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ ചെറിയ ഒരു സ്പെഷ്യലായിട്ട് കേരള റെസ്റ്റോറൻറ്റ് അവിടെ തീർച്ചയായിട്ടും നമ്മളുണ്ടാവും. കേരളത്തിലെ ഫുഡ്, കാരണം വടക്കേ ഇന്ത്യയിലെ UP-യിൽ നമുക്ക് സാധാരണ ഫുഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അനുഭവിക്കുന്നതാണ്.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരള ഫുഡ് അവൈലബിൾ ആവുന്ന ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. താമസത്തിനുള്ള സൗകര്യവും നമുക്കതിനും അതിൽ പെർമിറ്റഡ് ആണ്. ഏതായാലും ഒരു ആശ്രമ ലെവലിലോട്ട് ആ ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലായിരിക്കും നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്തായാലും രാംലല്ലയോടൊപ്പം ലോകപ്രശസ്തമാവട്ടെ അങ്ങയുടെ ഈ വാക്സ് മ്യൂസിയം. എല്ലാ ഭാവങ്ങളും. നന്ദി, നമസ്കാരം.